വിശേഷം എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി ഒന്നല്ല, ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മിക്സിയൊക്കെ എങ്ങനെയാണ് ഇത്ര നീറ്റായിട്ട് ഇരിക്കുന്നത്, എങ്ങനെയാണ് മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലേഡ് മാറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലേഡ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് അഴുക്കുണ്ടാവും, അതൊന്ന് ക്ലീൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അത് ക്യാമറ ഓഫ് ആയി പോയി, അപ്പോൾ അത് ഇതിൽ വന്നിട്ടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുക, അതിനുശേഷം മിക്സി ക്ലീൻ ചെയ്യുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മിക്സി അടിപൊളിയായി ക്ലീൻ ചെയ്യുക എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സി ഒന്ന് ക്ലീൻ ചെയ്താലോ? അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വീണ ചേച്ചിയുടെ മിക്സി എങ്ങനെയാണ് ഇത്ര നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന പാനസോണിക് മിക്സിയാണ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായി ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ ഇതിലിപ്പോൾ നോക്കുമ്പോൾ അത്ര വലിയ അഴുക്കുന്നൊന്നും പറയാനില്ല, കുറച്ച് അഴുക്കുണ്ട്, അത് ഒരാഴ്ചത്തെ അഴുക്കാണ് ഇതൊക്കെ. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് അഴുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇതും ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അതേസമയം നല്ല അഴുക്കുള്ള വേറൊരു സാധനം ഉണ്ട്, അതായത് എൻ്റെ ഭർത്താവ് ഉപയോഗിക്കുന്ന, ആരും തൊടാൻ സമ്മതിക്കാത്ത ജ്യൂസർ. ഈ സംഭവം വാഷ് ചെയ്യാണ്ട് വെക്കും, അങ്ങനെ ഇരുന്ന് ഈ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വെളുപ്പിച്ചെടുത്താലോ? രണ്ടും നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ബാക്കി ജാറ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ജാറിൻ്റെ ബ്ലേഡ് മാറ്റുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പക്കാരെന്ന് പറയും ചിലവർ, അല്ലെങ്കിൽ സോഡാപ്പൊടി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡയാണ് ഞാൻ സാധാരണ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ ബേക്കിംഗ് സോഡ എടുത്തതിന് ശേഷം നമ്മുടെ അഴുക്കുള്ള ഭാഗത്ത് ഒന്ന് വെതറി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ ഞാൻ രണ്ട് മിക്സിയുടെ ഇതിലിടുന്നുണ്ട് കേട്ടോ. അതിന് അളവ് ഇത്ര അളവൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ മിക്സി അനുസരിച്ച് അഴുക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. എല്ലാ ഭാഗത്തേക്കും ഈ അപ്പക്കാരം എത്തണം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നനച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വലിയ റിയാക്ഷൻസ് ഒന്നും വരില്ല, കാരണം വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. റിയാക്ഷൻസ് ഒന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെ മറ്റേ മിക്സിയുടെ ഇതിലൂടെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ നന്നായിട്ട് അങ്ങ് വെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനീഗർ എടുക്കുക. വിനീഗർ, വൈറ്റ് വിനീഗർ, സാധാരണ വിനീഗർ, വൈറ്റ് വിനീഗർ, സിന്തറ്റിക് വിനീഗർ എന്നൊക്കെ പറയുന്ന നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന വിനീഗർ. അതെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും 2 ടീസ്പൂണൊക്കെ അളവ്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പത വരാൻ തുടങ്ങും. ഓക്കെ, ഈ ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി കണ്ട് പ്രവർത്തിക്കുന്നതാണത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ മിക്സിയുടെ അതിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ബ്രഷാണ്. ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചാൽ മതി, ഏത് ബ്രഷാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പുതിയത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ബ്രഷ് മാറ്റി വയ്ക്കുക. ഓക്കെ, വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചാലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല. അത് ഒന്ന് 15 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് സോക്ക് ചെയ്യാൻ അനുവദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉൾഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2 മിക്സിയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ പുറത്തൊക്കെ ഒന്ന് ഇതുകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. അതും ഇതിലൊക്കെ അഴുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഈ ചെറിയ കുഞ്ഞു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് മിക്സി ആണെങ്കിലും കേട്ടോ, അപ്പോൾ ഞാൻ എൻ്റെ മിക്സി കാണിക്കണമെന്ന് മാത്രം, നിങ്ങളുടെ ഇപ്പോൾ ഏത് മിക്സിയുടെ ബ്രാൻഡാണെങ്കിലും അതിലിങ്ങനെ പുറത്തും ഒക്കെ ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. കാരണം ബേക്കിംഗ് സോഡ ഇതിലിങ്ങനെ താഴെ കിടക്കും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കുക. മിക്സിയുടെ ഈ ബട്ടൻ്റെ ഉള്ളിലേക്കൊക്കെ അഴുക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതെത്തട്ടെ. എൻ്റെ മിക്സിയുടെ ചെറിയ ജാറാണ് എപ്പോഴും കംപ്ലയിൻറ്റ്, കാരണം എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെറിയ ജാറല്ലേ. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ റബ്ബർ അങ്ങ് കരിഞ്ഞ് അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ പാനസോണിക്കിൻ്റെ ചെറിയ ജാറ് വാങ്ങിച്ച് കയ്യിലെപ്പോഴും സൂക്ഷിക്കും. അപ്പോൾ പിന്നെ അഥവാ നമ്മളെ ജാറ് കേടായി കഴിഞ്ഞാൽ പുതിയ ജാറ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അതിപ്പോൾ പാനസോണിക്ക് ഉണ്ടെങ്കിൽ 800 രൂപയാണ് വില ചെറിയ ജാറിന്. ഞാൻ എപ്പോഴും ചെറിയ ജാറാണ് എക്സ്ട്രാ എപ്പോഴും കയ്യിൽ വാങ്ങിച്ച് വെക്കാറ് കേട്ടോ. ഇവിടെ ദുബായിൽ എവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നാട്ടിൽ കിട്ടാറുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. ഞാനല്ല, ശരിക്കും പറഞ്ഞാൽ അമ്മ വാങ്ങിച്ച് വെക്കും, എൻ്റെ അമ്മ. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ഈവൻ ഈ വയറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം. പക്ഷേ എൻ്റെ വയറിൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല. എൻ്റെ വയറല്ല കേട്ടോ, മിക്സിയുടെ വയറ്. ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ.
അപ്പോൾ എല്ലാ ഭാഗത്തും ബാക്ക് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ഇതങ്ങ് തേച്ച് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം ഇത്ര വീണിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണോ? അതൊന്നുമില്ല. നമ്മൾ അതിന് ശേഷം നന്നായി ഡ്രൈ ചെയ്യും. അതിന് ശേഷം മാത്രം കറണ്ടിൽ കുത്തുന്നുള്ളൂ. അതുകൊണ്ട് കറണ്ട് അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നന്നായി തുടച്ച് വെക്കുക. എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ മിക്സി നല്ല പുതിയതായിട്ട് അങ്ങ് തിളങ്ങും. അപ്പോൾ മിക്സിയുടെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്കിതങ്ങ് ക്ലീൻ ചെയ്യാം. ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നോക്കാം, അഴുക്കൊക്കെ ഇളകി തുടങ്ങിയത് നോക്കാം. എന്താ അഴുക്ക് ജാൻജോഷി, കണ്ട തൊടുമ്പളേക്കിന് അതിങ്ങനെ ഇളകി പോരുന്നുണ്ടോ? അപ്പോൾ നല്ല ഫുള്ളങ്ങ് ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളകി പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വീണ്ടും നന്നായിട്ട് ഉരയ്ക്കുക. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് സോപ്പ്, ഞാനിപ്പോൾ ലെക്സിൻ്റെ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. പാത്രം കഴുകുന്ന ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്പോഞ്ചിലെടുത്തിട്ട് ഒന്ന് ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കാം. ഇത് നമ്മൾ നന്നായി ഉണക്കണം കേട്ടോ. നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, മിക്സി ആണെങ്കിലും എന്താണെങ്കിലും. കാരണം ഇതിൽ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കറണ്ടാണെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. സ്റ്റീലിൻ്റെ സ്ക്രബൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ ഫുള്ളായിട്ട് സ്ക്രാച്ച് വീഴും. അതുകൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചിൻ്റെ സ്ക്രബ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ പച്ചഭാഗം വെച്ചിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. സ്ക്രാച്ച് വീഴില്ല, പക്ഷേ അഴുക്കൊക്കെ പോന്നോളൂ. ഞാനിപ്പോൾ ഇത് സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് തുടയ്ക്കാനും അഴുക്കൊക്കെ സിങ്കിൻ്റെ അവിടേക്കല്ലേ പോകുള്ളൂ. ഇതിപ്പോൾ ഡൈനിങ് ടേബിളുമ്പോൾ വയ്ക്കുമ്പോൾ വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ച് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണത് ചെയ്യാൻ. നിങ്ങൾ മിക്സി ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. ഹസ്ബൻഡ് പറയും, ഞാനറിയാണ്ട് നീ എങ്ങനെ എപ്പോൾ പോയി മിക്സി വാങ്ങിച്ചു എന്ന് ചോദിക്കും. അതുപോലെ ക്ലീനായി കിട്ടും, നല്ല തിളങ്ങും. ഇതിൻ്റെ ഗുരു ആരാന്നറിയോ? ജാൻ്റെ അമ്മ. ജാൻ്റെ അമ്മ ഇതിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ആൾ. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അമ്മ നോക്കുക. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആദ്യം അമ്മ മിക്സി നോക്കും. എങ്ങനെയുണ്ട്, എന്താ വീണ മിക്സി ക്ലീൻ അല്ലാത്ത എന്ന് പറഞ്ഞിട്ട് അമ്മ 1 മണിക്കൂർ അതിൻ്റെ പുറകിലിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും, അയ്യോ ഞാൻ നീറ്റായിട്ട് വെച്ചിട്ടില്ലല്ലോ. അപ്പം അമ്മ ഇതൊക്കെ പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ മിക്സി ആണെങ്കിൽ എന്താണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു വൈപ്പ് വെച്ചിട്ടോ ആദ്യം തുടയ്ക്കുക. അത് വാഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ബഡ്സില്ലേ, ഇയർ ബഡ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കോർണറിലേക്കൊക്കെ ഇയർ ബഡ്സ് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്ക് കളയാൻ പറ്റും. എന്നിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ തുടയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജാൻ്റെ ജ്യൂസറും തുടച്ചെടുക്കുക. അപ്പോൾ ഞാനിനി അവസാനമായിട്ട് ഇതേ ഒരു ടർക്കി ടവൽ, പഴയ ഒരു ടർക്കി ടവൽ എടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക. നിങ്ങളിത് ഒരിക്കലും സിങ്കിൽ ഡയറക്റ്റായിട്ട് കൊണ്ട് വാഷ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നിറച്ച് വെള്ളം കയറിപ്പോവും. ചിലപ്പോൾ മിക്സി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. ഒരിക്കലും വെള്ളത്തിൽ ഡയറക്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ പുറത്ത് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ രാത്രിയൊക്കെ വൃത്തിയാക്കിയിരിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ രാവിലത്തെ സമയമാകുമ്പോഴേക്കിനും നന്നായിട്ട് നീറ്റായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നനവുണ്ടെങ്കിൽ തന്നെ. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നനവൊന്നും ഉണ്ടാവില്ല ഇതിൽ. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മിക്സി ആയിട്ടില്ലേ? ഈ മിക്സി അല്ലെങ്കിൽ എൻ്റെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ആയത് നമ്മുടെ ജാൻ്റെ ജ്യൂസർ ക്ലീൻ ആയപ്പോഴാണ്. ഇപ്പോൾ എന്തൊരു ഐശ്വര്യം കാണാൻ. ഞാൻ വരുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കണം, ഇതുപോലെ ഇരിക്കണമെന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മിക്സി ക്ലീൻ ചെയ്യുക. ഇനി മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ മിക്സിയുടെ ഇതിപ്പോൾ പഴയ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മിക്സിയുടെ ജാറാണ്. അതിൻ്റെ മിക്കതും ഇതിൻ്റെ മൂടിയാണ് എപ്പോഴും ഒരു കളർ ചേഞ്ച് പോലെ തോന്നാറ് അല്ലേ? ഒരു എന്താ പറയുക, ഒരു മങ്ങിയ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് സ്പോഞ്ചിലേക്ക് ഡയറക്റ്റായിട്ട് എടുക്കുക. ഇതിൽ നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമില്ല. സ്പോഞ്ചിലെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതങ്ങ് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഈ വാഷറിൻ്റെ ഉള്ളിലാണ് എപ്പോഴും അഴുക്ക് കയറിയിരിക്കുക. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കുമ്പോൾ വാഷർ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് വാഷർ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് പോകാറുണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ സംഭവിക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും വാഷർ റിമൂവ് ചെയ്യും. അതിനുശേഷം ഉള്ളിലത്തെ അഴുക്ക് കളയും. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് അഴുക്ക് കയറി ഇരുന്നിട്ട് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ വാഷർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ടങ്ങ് കംപ്ലീറ്റ് ഈ ബേക്കിംഗ് സോഡയും വിനീഗറിൻ്റെ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ സൈഡിലേക്ക് നമുക്ക് കൈ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രഷ് എടുത്തിട്ട് ഉള്ളിലോട്ടൊക്കെ ആക്കി കൊടുക്കുക. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ മിക്സിയുടെ ഉള്ളിലും നമുക്ക് ഈ സംഭവം വെക്കാം. ബാക്കിയുള്ളതൊക്കെ
ഇതേപോലെ സ്പോഞ്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. പിന്നെ എപ്പോഴും പിന്നെ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡില്ലേ ഹാൻഡിലിൻ്റെ സൈഡിൽ എപ്പോഴും ചെറിയ ഹോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉള്ളിലോട്ട് ഇതുപോലെ ഈ സംഭവം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ അഴുക്കിരിക്കുന്ന അറ്റത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹാൻഡിൽ ഉൾവശം. ഇപ്പോൾ ഓരോ മിക്സിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മിക്സിയിൽ എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ മിക്സിയുടെ കാര്യം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എല്ലാ വീട്ടിലുണ്ടായിരിക്കേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആണ് ബേക്കിംഗ് സോഡയും വിനീഗറും. ഇതേപോലെയുള്ള ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഇതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വാഷറും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് അഴുക്ക് കയറിയിരിക്കുക. പ്രത്യേകിച്ചും ഈ ഗ്രേവിയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ, ഞാൻ പ്രത്യേകിച്ച് ഇവിടെ മുട്ടക്കറി സ്ഥിരം അരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ മുട്ടക്കറിയൊക്കെ അരയ്ക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഈ മുട്ടക്കറിയുടെ ഗ്രേവി അങ്ങ് കയറിയിരിക്കും. അപ്പോൾ മര്യാദയ്ക്ക് വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്ന് ഒരു സ്മെല്ലും വരും, മാത്രമല്ല കാണാനും വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് കുക്കറിൻ്റെ കാര്യം കേട്ടോ. കുക്കറും സെയിം പോലെ നിങ്ങൾക്ക് ചെയ്യാം. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കുക്കർ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അത് കാണിക്കണമെങ്കിൽ കാണിച്ചു തരാം, പിന്നെ അല്ലെങ്കിൽ വേറെ എപ്പിസോഡിൽ കാണിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും ഇതുപോലെ തന്നെ നല്ല രൂപത്തിലാണ് ഇരിക്കുക. അതുകൊണ്ട് ബാക്ക് സൈഡിലും നമുക്ക് സെയിം സംഭവം തന്നെ അങ്ങ് എത്തിക്കാം. ഇത് പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിങ്കിൽ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച അഴുക്കാണ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു 10 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു നമ്മുടെ സാധാരണ പോലെ തന്നെ സ്പോഞ്ച് എടുത്തിട്ട് തന്നെയാണ് ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അഴുക്കൊക്കെ. അതിനുശേഷം നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സിങ്കിൽ തന്നെ കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുഴുവനും വെള്ളമായിട്ട് മാറും. ഇതാ നമ്മുടെ മിക്സി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ മൂടിയും ഞങ്ങൾക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക വാഷർ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബൗളും ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ഭാഗവും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ കാണിച്ചു തരേണ്ടത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും എൻ്റെ മിക്സിയുടെ ബ്ലേഡ് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്ലേഡാണോ മാറ്റിയിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലേഡ് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. അതായത് ഇതുപോലത്തെ ഒരു സ്പാറ്റുല നമ്മുടെ ഏത് മിക്സി വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. ദോശമാവൊക്കെ അരയ്ക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കാനുള്ള സംഭവമാണ് ഈ സ്പാറ്റുല. പക്ഷേ ഈ സ്പാറ്റുലയുടെ ബാക്ക് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇതുപോലത്തെ സ്പാറ്റുലയുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഈ സ്പാറ്റുലയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് നമ്മൾ മിക്സിയുടെ ബ്ലേഡ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്ലേഡാണോ മാറ്റേണ്ടത് അതിലോട്ട് ഈ സ്പാറ്റുലയുടെ ഈ ബാക്ക് സൈഡ് അങ്ങ് ഇറക്കി കൊടുക്കുക. കറക്റ്റ് ഇതിലേക്ക് വെച്ചിട്ട് ഈ ബാക്കിലൊന്ന് പിടിക്കുക, ഒന്ന് പ്രസ് ചെയ്തിട്ട്. ഇതിപ്പോൾ വലത്തോട്ടാണ് ഇത് ഇരിക്കേണ്ടത്. തുറക്കാൻ ബാക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാ ബ്ലേഡ് ഊരി വന്നത് കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് ബ്ലേഡ് ഊരി എടുക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ ബ്ലേഡ് മാറ്റി പഴയ മിക്സിയിലോട്ട്, പഴയ ജാറിലോട്ട് മാറ്റട്ടെ. ആദ്യം ഇടത്തോട്ട് തിരിക്കുക. നമ്മൾ കൈ കൊണ്ട് ആദ്യം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സംഭവം വെച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. സൂക്ഷിക്കണേ, ടൈറ്റായിന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇടത്തോട്ട് ടൈറ്റ് ചെയ്യുക, വലത്തോട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ 2 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെയൊക്കെയാണ് മിക്സി ക്ലീൻ ചെയ്യുന്നതും മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിലത്തെ ബ്ലേഡ് മാറ്റുന്നതും. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. വായിച്ചു കഴിഞ്ഞാ അത് പഠിച്ചു കഴിഞ്ഞാ മടി പിടിച്ചിരിക്കുന്നു. യു നീഡ് ടു റീഡ് എവറി ഡേ 1 സ്റ്റോറി. പറഞ്ഞപ്പോ അബദ്ധം പറ്റിപ്പോയത്. പൂരി പ്രസ് ചെയ്യണം. പഠിച്ചിട്ട് വേണോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാൻ. ഓക്കെ, ബേബി പൂരീസ് ഓർ ബിഗ് പൂരീസ്? കോപ്പറ മര്യാദയ്ക്ക് ഇരുന്ന് വായിക്കും.